ശരി അച്ഛാ. അമ്പിളി ചേച്ചി പറഞ്ഞതാ അച്ഛ ഇവിടെ കിടക്കാന്ന്. ഞങ്ങളെ നിർബന്ധിച്ച് ലച്ചുമോളുടെ അടുത്തേക്ക് പറഞ്ഞോട്ടെ. അച്ഛൻ രഘുവേട്ടനോട് സംസാരിച്ചോളൂ. ചേച്ചി സമാധാനമായിട്ടിരിക്കും. എന്താടാ ഇതൊക്കെ? ഒരു കുടുംബത്തിനകത്ത് നടക്കേണ്ട കാര്യങ്ങളൊക്കെയാണോ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്? അമ്മവ, ഞാൻ എന്ത് പറഞ്ഞിട്ട് അമ്പിളിക്ക് എന്നെ മനസ്സിലാവുന്നില്ല. എന്നെ അവളെ വിശ്വസിക്കുന്നില്ല അമ്മവ. അതിന് നീ ഇങ്ങനെയൊക്കെയാണോ കാണിക്കേണ്ടത്? അമ്പിളി നിനക്കെതിരെ ഗാർഹിക പീഡനത്തിന് കേസ് കൊടുക്കുന്ന പറയുന്നത്. അതിൽ നിന്ന് തന്നെ അവൾക്ക് എന്നോടുള്ള വെറുപ്പ് മനസ്സിലാവുന്നില്ല അമ്മവ. ഞാൻ എന്ത് ചെയ്തിട്ടാ അവൾ എന്നോട് ഇങ്ങനെയൊക്കെ പറയുന്നത്? എനിക്ക് പറയുന്നത് കേൾക്കാൻ വേണ്ടി ഞാൻ അവളെ തടഞ്ഞു നിർത്തുക മാത്രമേ ചെയ്തുള്ളൂ. പക്ഷെ അമ്പിളിക്ക് അത് നന്നായിട്ട് വേദനിച്ചു രഘു. പരാക്രമം കാണിക്കുന്നത് പെണ്ണുങ്ങളോടല്ല രഘു. ബലം പ്രയോഗിച്ച് ഒരു പെണ്ണിന്റെ മനസ്സ് മാറ്റിയെടുക്കാൻ പറ്റുമെന്ന് നീ എവിടുന്നാ രഘു പഠിച്ചത്? വലിയ കമ്പനിയുടെ മുതലാളിയൊക്കെ ആയപ്പോ ഇനി എന്തോ ആവാന്നുള്ള ധാർഷ്ട്യാണ് നിനക്ക്. അത് ശരിയല്ല. എന്റെ കുടുംബത്തെ നടക്കുകയില്ല. വേണ്ടമ്മോ, എന്റെ സ്വഭാവം മാത്രമല്ല, ഞാൻ ഈ കുടുംബത്തിന് പറ്റിയ ആളല്ലെന്ന് എനിക്ക് മനസ്സിലായി. എടാ രഘു, ഞാൻ പോയിക്കോളാം മാ. അല്ല, ഇപ്പൊ തന്നെ വീട് വിട്ട് പോയിക്കോളാം. രഘുട്ടാ, രഘുട്ടൻ വേണ്ടാത്ത പടിയൊന്നും കാണിക്കല്ലേ. ആദ്യം അച്ഛൻ പറയുന്നതിന്റെ കാര്യങ്ങളൊന്നും മനസ്സിലാക്കുക. രഘുട്ടൻ ഇവിടുന്ന് ഇറങ്ങിപ്പോയാ ഇവിടുത്തെ പ്രശ്നങ്ങളൊക്കെ തീരുവോ? ദേവിനെ, നീ ഇതിൽ ഇടപെടണ്ട. ഇത് ഞാനും എന്റെ അമ്മാവനും തമ്മിലുള്ള വിഷയം. നീയും ഞാനും തമ്മിൽ എന്ത് വിഷയ രഘുള്ളത്? ഇത് നീയും നിന്റെ ഭാര്യയും തമ്മിലുള്ളതാ. ഈ വിഷയത്തിൽ തുടക്കം മുതലേ നിന്റെ ഭാഗത്ത് തന്നെയാ തെറ്റ്. ആ തെറ്റ് ഇപ്പോഴും നീ പലതരത്തിൽ തുടർന്നുകൊണ്ടേയിരിക്കുക. അത് തുടരാൻ പറ്റില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. ഞാൻ അമ്പിളിയോട് ഒരു തെറ്റും ചെയ്തിട്ടില്ലെന്ന് എനിക്ക് ഇപ്പോഴും ഉറപ്പിച്ച് പറയാൻ പറ്റും അമ്മാവ. ആമിയുമായിട്ട് സംസാരിച്ചപ്പോ അമ്മാവനത് മനസ്സിലാക്കിയതാണല്ലോ. പക്ഷെ അമ്പിളിയുടെ കണ്ണീര് കാണുമ്പോ വീണ്ടും അമ്മാവനടക്കം എല്ലാവരും എന്നെ കുറ്റപ്പെടുത്തുക. ഒരു തെറ്റും ചെയ്യാതെ എന്റെ ഭാര്യയുടെ മുന്നിൽ ഒരു അപരാധിയെ പോലെ കഴിയേണ്ടി വരുന്ന എന്റെ അവസ്ഥ ഇവിടെ ആരും എന്താ മനസ്സിലാക്കാത്തത്? നിന്റെ ഭാഗത്ത് ഒരു തെറ്റും സംഭവിച്ചിട്ടില്ലെന്ന് അമ്പിളിക്ക് മനസ്സിലാവാത്തത് എന്തുകൊണ്ടായിരിക്കും? അവളുടെ സംശയം തീർത്തു കൊടുക്കാൻ നിന്നെ കൊണ്ട് പറ്റാത്തത് എന്തുകൊണ്ടാ? നീ എന്തൊക്കെ തെറ്റ് ചെയ്തിട്ടില്ലെന്ന് പറഞ്ഞാലും അവളുടെ മനസ്സിന്റെ ഉള്ളിൽ ഇങ്ങനൊരു സംശയം ഉണ്ടാക്കിയെടുത്തത് നിന്റെ തെറ്റ് തന്നെ രഘു. ആ സംശയം അവളിൽ നിന്നും തുടച്ചു നീക്കേണ്ടതും നിന്റെ ഉത്തരവാദിത്തം തന്നെ. അതിന് തയ്യാറാവാതെ നിനക്ക് ഈ വീട് വിട്ട് പോവാനാണ് തോന്നുന്നതെങ്കിൽ നീ നിന്റെ ഇഷ്ടം പോലെ തന്നെ ചെയ്യേ. ഞാനെന്ത് പറയാനാ? രഘുട്ടാ, തൽക്കാലം ഇപ്പം എങ്ങോട്ട് പോവല്ലേ. നേരം വിളക്കട്ടെ, എന്നിട്ട് നമുക്ക് തീരുമാനിക്കാം. നിങ്ങൾ ചെന്ന് കിടക്ക്, ചെല്ല്.
ഇതാ ചായ. ഹർഷയും സുശീലാന്റിയും ജോത്സനെ കാണാൻ തന്നെയാണോ പോയത്, അതോ വേറെന്തെങ്കിലും പണിയൊപ്പിക്കാനാണോ? ആർക്കറിയാ സാറേ, പറയുന്നതൊന്നും ചെയ്യുന്നത് വേറൊന്നുമല്ലേ. അതുകൊണ്ട് എന്തും നടന്നു കണ്ടാലേ പറയാൻ പറ്റൂ.